നമസ്കാരം. ഹൂത്തി നിയന്ത്രണത്തിലുള്ള സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പുമായി ഹൂത്തികൾ എത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. യമനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം സൗദി തുടർന്നാൽ ബാബ് അൽ മന്ദബ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നും യമൻ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ സംഭവിച്ചാൽ ആഗോള എണ്ണവില ബാരലിന് $200 വരെ ഉയരാനുള്ള സാധ്യത മുന്നിലുണ്ട്. ലോകത്തെ സമുദ്രമാർഗമുള്ള എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 20% കടന്നു പോകുന്ന അതീവ നിർണായക കടൽപാതയാണ് ബാബ് അൽ മന്ദബ്. ഇതിനിടെയാണ് ഹൂത്തികളുടെ മിസൈലുകൾ തടഞ്ഞതായി സൗദി സഖ്യസേന അവകാശവാദം ഉന്നയിക്കുന്നത്. യമനിലെ ഹൂത്തികൾ സൗദിയുടെ തെക്കൻ മേഖലയിൽ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വിജയകരമായി തടഞ്ഞതായാണ് സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കിയത്. ഇറാനിൽ നിന്നുമുള്ള ഒരു വിമാനം സനായ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തടയുന്നതിനായാണ് ഹൂത്തി വിമതരുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നാണ് സൗദി അറേബ്യയുടെ പിന്തുണയുള്ള യമൻ സർക്കാർ വ്യക്തമാക്കുന്നത്. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. വിമാനത്താവളത്തിന് നേരെ ഇന്ന് നടന്ന ആക്രമണത്തെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചട്ടത്തിന്റെയും വ്യക്തമായ ലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. സർക്കാർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഹായി ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത്. ഈ ആക്രമണം യമന്റെ ദേശീയ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും അവഗണിക്കുന്ന നടപടിയാണ് ഇതെന്നും ബഹായി കുറ്റപ്പെടുത്തുന്നു. ഇതിനിടെയാകട്ടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ റഷ്യയുടെ ഊർജ മന്ത്രി സെർഗെയ് സിവില്യോയുമായി കൂടിക്കാഴ്ച നടത്തി. തെക്കൻ റഷ്യയിൽ നിന്നും പരിമിത അളവിൽ വൈദ്യുതി ഇറാനിലേക്ക് എത്തിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും വൈദ്യുതി ഗ്രിഡുകൾ ബന്ധിപ്പിക്കുന്ന പദ്ധതിയും ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. എന്തായാലും അമേരിക്കയുടെ പുതിയ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വ്യാപക നാശനഷ്ടമുണ്ടായതായും സർക്കാർ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി കമ്പനിയായ തവാനിർ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ വൈദ്യുതി ഗ്രിഡിൽ 2000-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതായും വൈദ്യുതി ഉൽപാദന ശേഷി 4200 മെഗാവാട്ട് കുറഞ്ഞതായും കമ്പനി വ്യക്തമാക്കിയിരുന്നു. കടുത്ത വേനൽ ചൂട് വൈദ്യുതി ആവശ്യകതയെ വർദ്ധിപ്പിച്ചത് നിലവിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയതായും തവാനിർ അറിയിച്ചു. എന്തായാലും നേരത്തെ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക നേരിട്ട് ഇടപെടുമെന്നും അതിനുള്ള ചെലവ് വഹിക്കാൻ മറ്റു രാജ്യങ്ങൾ പ്രതിഫലം നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ഈ സുരക്ഷ ഉറപ്പാക്കുകയാണെന്നും അതിനാൽ ഈ ചെലവിന് പ്രതിഫലം ലഭിക്കണമെന്നും മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഹോർമൂസിൽ ഇറാനിയൻ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പുനരാരംഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇനി ഹോർമൂസ് കടലിടുക്ക് ഞങ്ങളാണ് സംരക്ഷിക്കുക എന്നും അതിനായി ഞങ്ങൾക്ക് പ്രതിഫലവും ലഭിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇനി എന്താവും ഹോർമൂസ് കടലിലെ യുദ്ധമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്.